Alhamdulillah, assalatu wassalam ala rasulillah wa ala alihi wa ashabihi ajma'in. Amma ba'd. ബഹുമാനപ്പെട്ട ഗുരുദാനന്മാരെ, മറ്റ് അതിഥികളെ, എന്റെ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ധാർമ്മിക അറിവ് നേടുന്നതിനെ കുറിച്ച് ഞാൻ രണ്ട് വാക്ക് സംസാരിക്കുകയാണ്. കണ്ണിനെ ഈറനണിക്കുന്ന, മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ. അധർമ്മങ്ങളുടെ കുത്തരങ്ങളായി മാറിയിരിക്കുകയാണ് ലോകം. സ്വന്തം മക്കളെ തിരിച്ചറിയാത്ത പിതാക്കൾ സ്വന്തം സുഖത്തിനു വേണ്ടി തന്റെ വയറ്റിൽ പിറന്ന പിഞ്ചോമനെ ക്രൂരമായി കൊല്ലെടുക്കുന്ന മാതാക്കൾ, മാതൃപിതൃ ബന്ധത്തിന് വില കൽപ്പിക്കാതെ മാതാപിതാക്കളെ പെരുവഴിയിൽ തള്ളുന്ന മക്കൾ, തന്റെ ഗുരുനാഥന്മാരെ അപമാനിതരാക്കാൻ വെമ്പൽ കൊള്ളുന്ന ശിഷ്യഗണങ്ങൾ, അങ്ങനെ നീണ്ടുപോകുന്നു വാർത്തകൾ. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? സമൂഹം അധാർമിക ചുറ്റുപാടിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു. ധർമ്മവും അധർമ്മവും, നീതിയും അനീതിയും, സത്യവും അസത്യവും, നന്മയും തിന്മയും സമൂഹത്തിൽ ഒരുപോലെ ലയിച്ചു കിടക്കുന്നു. ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മാനവകുലത്തിന്റെ മാർഗദർശനമായ വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടത് തന്നെ ഇത്തരത്തിൽ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. അഥവാ എഴുതാനും വായിക്കാനും വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നു. അറിവ് നേടുക എന്നത് ഓരോ മുസ്ലിമായ ഓരോ പുരുഷന്റെയും സ്ത്രീയുടെയും ബാധ്യതയാണ് എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നിന്നും കാണാം. അറിവ് നേടുന്നതിന് എത്രത്തോളം വില കൽപ്പിക്കുന്നു എന്ന് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ പറഞ്ഞിട്ടുള്ള അറിവ് ഭൗതിക വിജ്ഞാനം കരസ്ഥമാക്കി ബിരുദവും ബിരുദാനന്തര ബിരുദവും ആകുന്നതിനെ കുറിച്ചല്ല, മറിച്ച് ധാർമ്മികമായ അറിവ് നേടുന്നതിനെ കുറിച്ചാണ്. ഒരാൾ അറിവ് നേടി ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ അതിലൂടെ അല്ലാഹു അവന്റെ സ്വർഗം എളുപ്പമാക്കി കൊടുക്കും. രാമരാജൻ സ്വപ്നം കണ്ടു കിടക്കുന്ന സംഘപരിവാറും ഏക സിവിൽ കോഡ്, ജനറൽ ന്യൂട്രാലിറ്റി തുടങ്ങിയവ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വെമ്പൽക്കൊള്ളുന്ന കേന്ദ്ര കലക്ടർമാരും കമ്മ്യൂണിസ്റ്റുകാരും വിലസുന്ന നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇസ്ലാമിന്റെ മൂല്യങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് മൃഗീയവും പൈശാചികവുമായ തോന്നിവാസങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യുമ്പോൾ താൻ കാണുന്നത്, താൻ പ്രവർത്തിക്കുന്നത്, താൻ നടന്നു നീക്കുന്നത് തിന്മയിലാക്കാതെ അത് എന്റെയും എന്റെ സമൂഹത്തിന്റെയും നാശത്തിലേക്കാണ് എന്ന് അവന് ബോധ്യം വരണമെങ്കിൽ മതവിദ്യാഭ്യാസം അത് നൽകേണ്ട സമയത്ത് തന്നെ കുട്ടികളിലേക്ക് എത്തിക്കേണ്ടതാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന വിശുദ്ധ വാക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കുവാനും അധാർമികതക്കെതിരെ പൊരുതുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.